ഇപ്പോൾ ഇസ്രായേലിലുള്ള പല ഫാമിലീസും പല രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചു വന്നവരാണ്. അതുപോലെ ഇറാനിൽ നിന്ന് തിരിച്ചു വന്ന ഒരു ഫാമിലിയോടൊപ്പമാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അവരുണ്ടാക്കുന്ന ഒരു പേർഷ്യൻ ക്യാരറ്റ് റെസിപ്പിയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് നമുക്ക് നോൺ വെജൊക്കെ ഇട്ട് വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. കഴുകി വൃത്തിയാക്കിയ കുറച്ച് റൈസൻസ്, നന്നായി കഴുകി വൃത്തിയാക്കിയ ബാസ്മതി റൈസ് 2 മണിക്കൂറോളം ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. ചെറുതായി ഡൈസ് കട്ട് ചെയ്ത 2 ക്യാരറ്റ്, പിന്നെ ഒരു 150 ഗ്രാമോളം ബീൻസ്. ചുവട് കട്ടിയുള്ള പാത്രത്തിൽ ആവശ്യത്തിന് എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ച ക്യാരറ്റും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി മൂടി വെക്കാം. 10 മിനിറ്റിന് ശേഷം അരിഞ്ഞു വെച്ച ബീൻസും ചേർത്ത് കൊടുക്കാം. വീണ്ടും മൂടി വെക്കാം. 10 മിനിറ്റിന് ശേഷം കഴുകി വൃത്തിയാക്കിയ റൈസൻസ് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ തുറന്ന് വെച്ച് തന്നെ ഇതുപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. സോഫ്റ്റായി വരുമ്പോൾ എണ്ണയോടുകൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വൃത്തിയാക്കിയ 3-4 പൊട്ടറ്റോ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഏകദേശം 1 ഇഞ്ച് കനത്തിൽ ഓവൽ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി പേപ്പർ നാപ്കിൻ കൊണ്ട് ഒന്ന് കവർ ചെയ്ത് അതിലെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. മറ്റൊരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം വെച്ച് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഡ്രെയിൻ ചെയ്ത അരി ഇട്ട് കൊടുക്കാം. അരി 1/4 ഭാഗം കുക്കാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് അത് ഡ്രെയിൻ ആകാനായി മാറ്റാം. ഇനി ചുവട് കട്ടിയുള്ള വലിയ പാത്രത്തിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും തൂകി എണ്ണ ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടാറ്റോസ് ഇതുപോലെ പാകി കൊടുക്കാം. ചെറിയ തോതിൽ ഫ്രൈ ആകുന്നത് വരെ ഈ പൊട്ടാറ്റോസ് തിരിച്ചും മറിച്ചും ഒന്നിട്ട് കൊടുക്കണം. ഇനി അതിന് മുകളിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് മിക്സ് ഇതുപോലെ വിതറിയിട്ട് കൊടുക്കാം. ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത പിസ്താഷ്യോ കാഷ്യൂ നട്ട്സോ ഒക്കെ ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് കൂടും കേട്ടോ. ഇനി ഇതുപോലെ ഓരോ ലെയറുകളിലായി റൈസും ക്യാരറ്റ് മിക്സും ചേർത്ത് കൊടുക്കുക. നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ വെക്കുന്നത് പോലെയാണിത്. ഇനി ഇതിന് മുകളിൽ ഒരു കട്ടിയുള്ള ടവൽ കൊണ്ട് മൂടിയതിന് ശേഷം അതിൻ്റെ കവർ കൊണ്ട് അടച്ച് 1/2 മണിക്കൂറോളം ലോ ഫ്ലെയിമിൽ വെച്ച് വീണ്ടും വേവിക്കാം. നമ്മളിന്നിത് വെജിറ്റേറിയൻസിനും കഴിക്കാവുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലേക്ക് ബീഫോ ചിക്കനോ ചേർത്ത് നോൺ വെജ് ആയിട്ടും ഇതുണ്ടാക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പേർഷ്യൻ ക്യാരറ്റ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.